വളരെ പ്രാധാന്യമുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കും. സമയകൃത്യത പാലിക്കണേ പ്ലീസ്. അല്ല, അങ്ങ് പറയുന്നതിനൊക്കെ മുമ്പേ നിർത്താൻ ഉദ്ദേശിക്കും. ഓക്കെ, താങ്ക് യു. ഇവിടെ മഹേഷ് പറഞ്ഞ കലാകാര പെൻഷൻ 1600 രൂപ ഇപ്പം നിലവിൽ നൽകുന്നുണ്ട്, ഒരു കുടിശ്ശികയുമില്ല. സംഗീത നാടക അക്കാദമിയെ സംബന്ധിച്ച് പറഞ്ഞു 3 ഫെലോഷിപ്പുകൾ, വിവിധ കലാമേഖലയിലുള്ളവർക്ക് 17 അവാർഡുകൾ, മുതിർന്ന കലാകാരന്മാർക്ക് 22 ഗുരുപൂജ അവാർഡുകൾ, സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 20 വിഭാഗങ്ങളിൽ അവാർഡുകൾ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സംഗീത രംഗത്ത് ദേശീയ പുരസ്കാരമായി സ്വാതി പുരസ്കാരം നൽകുന്നുണ്ട്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രമാണ് നൽകുന്നത്. നാടകത്തിൽ സമഗ്ര സംഭാവന നൽകുന്നവർക്ക് SL പുരം സദാനന്ദൻ പുരസ്കാരവും സംസ്ഥാന സർക്കാർ പുരസ്കാരവും നൽകുന്നുണ്ട്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. നാടകത്തിൻ്റെ സെറ്റ് പ്രവർത്തകർക്ക് നിലവിൽ അവാർഡുകൾ നൽകുന്നില്ല. പക്ഷേ അത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ശ്രീ ഗോപിനാഥ് കോഴിക്കോട് ചെയർമാനും ജോൺ ഫെർണാണ്ടസ് സംഘവും സംഗീത നാടക അക്കാദമി സെക്രട്ടറി മുരളി മെമ്പർ സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. നാടകവുമായി ബന്ധപ്പെട്ട് നാടകകലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു സ്ഥിരം നാടകവേദി അത് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കായംകുളം മണ്ഡലത്തിലാണ് അതിൻ്റെ നിർമ്മാണം തോപ്പിൽ ഭാസിയുടെ നാമധേയത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു അഭിമാനകരമായ പദ്ധതിയായിട്ട് അത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ദലീമ പറഞ്ഞ വിഷയം ഭിന്നശേഷി കലാകാരന്മാർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനം. സാർ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അതിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു 2 പദ്ധതി, ഒന്ന് ഭാരത് ഭവൻ വഴി നടപ്പാക്കിയ അവരുടെ കലോത്സവം സർഗോത്സവം, 2 കേരളീയം പരിപാടിയിൽ അവർക്ക് പ്രത്യേകമായ വേദി നൽകി അവരെ നമ്മളിപ്പോൾ സഹായിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇവിടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ധാരാളം അക്കാദമികളും സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളെയും ഫലപ്രദമായി നയിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ 3 വർഷക്കാലം കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിൽ സാമാന്യം പിന്നിൽ നിന്ന ബുക്ക് മാർക്ക്, ഇപ്പോൾ ബുക്ക് മാർക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല വായന പഠന കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു വരുന്നു. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ 2 കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു. അതുപോലെ തന്നെ വാസ്തുവിദ്യാ ഗുരുകുലത്തെ ഒരു ലോകപ്രസിദ്ധമായ സ്ഥാപനമാക്കി വളർത്തുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം തുടങ്ങി. അതിന് നല്ല മാറ്റം ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫോക്ലോർ നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരുപാട് പുതിയ പദ്ധതികൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KSFDC അതുപോലെ തന്നെ നമ്മുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇപ്പോൾ അവിടെ പുതിയ കെട്ടിടം 150 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ നടപ്പാക്കിയാണ്. നല്ല മാറ്റം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഭാരത് ഭവൻ നന്നായി മാറിയിട്ടുണ്ട്. മലയാള വിഷയം അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളെയും നിലവിൽ പ്രവർത്തിച്ച് ശാക്തീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളോടൊപ്പം ലേശം പിന്നിലുള്ള സ്ഥാപനങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടെ വർത്തമാനകാലത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പദ്ധതികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അങ്ങേക്കറിയാവുന്ന പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1924 മാർച്ച് 13 ആലുവയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം വിപുലമായ തരത്തിലാണ് കേരള ഗവൺമെൻറ് ഏറ്റെടുത്തത്. നവോത്ഥാന സന്ദേശങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നമ്മൾ സർവമത സമ്മേളനങ്ങൾ ഒന്ന് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി നടന്നു, ആലപ്പുഴയിൽ നടന്നു, കൊല്ലത്ത് നടന്നു, ബാക്കി എല്ലാ ജില്ലകളിലും നടത്താൻ കഴിയുന്ന വിധത്തിൽ പദ്ധതി നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൽ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ നവോത്ഥാന മൂവ്മെൻറ്റുകളെ അതിൻ്റെ ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളെ ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാർ, കലാപ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളെ സ്പർശിക്കുന്ന കലാപ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ ആദിവാസി മേഖലയിലെ ഗോത്രോത്സവങ്ങൾ അത് വലിയ തരത്തിലാണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചത്. സാർ, പാലക്കാട് ജില്ലയിലൊക്കെ നടന്ന ആയിരക്കണക്കിന് ആളാണ് പങ്കെടുത്തത്. ഏതാണ്ട് 1000 കലാപ്രതിഭകൾക്ക് 3000 രൂപ വെച്ച് ഗോത്ര കലോത്സവത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ചെലവഴിച്ചു. അതിൻ്റെ തുടർച്ചയായി ഭിന്നശേഷി സർഗോത്സവം 645 കലാപ്രതിഭകൾക്ക് 3000 രൂപ വെച്ചുള്ള കലാപ്രവർത്തനം നടത്തി. ഇപ്പോൾ സാർ, കോവിഡിന് ശേഷം കോവിഡിൻ്റെ കാലത്ത് മഴമിഴി എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കി. ഏതാണ്ട് 1681 കലാപ്രതിഭകൾക്ക് 2500 രൂപ വീതം കൊടുത്തു. സാർ, ഈ 2024 ജൂലൈ മാസത്തിൽ കേരളത്തിലെ 9 തീര മേഖലകളിലും കടലോര കലകളുടെ സമഗ്രോത്സവം എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ
കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ധാരാളം പദ്ധതികൾ സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിക്കുന്നുണ്ട് സാർ. സാർ, ഇത് മാത്രമല്ല, സർക്കാർ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം സീ സ്പേസ്. സാർ, ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥയിൽ OTT പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് കേരളത്തിലാണ് എന്ന അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും. അതിന് ഉദ്ഘാടനം നമ്മൾ നടത്തി കഴിഞ്ഞു. സാർ, 150 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനം ചിത്രാഞ്ജലി ആരംഭിച്ചു. 60% നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാർ, പട്ടികജാതി വിഭാഗത്തിനും വനിതകൾക്കുള്ള സിനിമ അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ചു. ഭംഗിയായി ഇപ്പം തന്നെ നമ്മൾ 2-3 സിനിമകൾ റിലീസ് ചെയ്തു. നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിലേക്ക് സാർ, സാംസ്കാരിക സമുച്ചയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 3 സാംസ്കാരിക സമുച്ചയത്തിൽ ഒന്ന് നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള കൊല്ലത്തെ സംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡും പാലക്കാടും ഉദ്ഘാടനം ചെയ്യാൻ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇടുക്കി ഉൾപ്പെടെ അങ്ങയുടെ സ്ഥലം ഉൾപ്പെടെ കോട്ടയം, കണ്ണൂർ, ആലപ്പുഴ 4 സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനത്തിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും വേഗം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം പറയാതിരിക്കാൻ കഴിയുന്നത്, കാരണം ഇന്ന് രാഷ്ട്രീയം പറയുന്നതെന്ന് വിചാരിച്ചാണ് ഇവിടെ കയറി വന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സണ്ണി അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനത്തിലും അൻവർ സാദത്തിൻ്റെ വർത്തമാനത്തിലും ഇവിടെ ജനങ്ങളാകെ നിരാകരിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ ധനാഭ്യർത്ഥന എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നൊരു ചോദ്യം, അത് ഒരു ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. സാർ, ഈ കേരളത്തിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് രണ്ടാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടിൻ്റെ പാറ്റേൺ 2004 38.38 നിന്ന് 2009 47.73, 14 41.98, 19 47.48, 24 45.21. അത് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വികാരം തെരഞ്ഞെടുപ്പിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളേതാണ്ടങ്ങ് വലിയ തരത്തിൽ ജനങ്ങളങ്ങനെ മൊത്തം ഇല്ല വലയിട്ട് കോരിയതുപോലെ അങ്ങ് കിട്ടിയെന്ന് ധരിക്കരുത്. സാർ, രണ്ടാമത് ട്രെൻഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് 10% വോട്ട് കുറയുന്നു. എന്നാൽ നിയമസഭ വന്നപ്പോൾ 2001 LDFന് 43.7, 2006 48.63, 2013 44.94, 2016 43.48, 21 45.43. നിങ്ങളുടെ 10% വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പാറ്റേൺ വെച്ച് ഞങ്ങളുടെ 12% വോട്ട് കുറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ 2001 മുതലുള്ള കണക്കെടുത്താൽ നിങ്ങളുടെ 11% വോട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ സൂചിപ്പിക്കുന്നത് തുടർച്ചയായ മുന്നേറ്റം ഇടതുപക്ഷത്തിന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരികയും തുടർച്ചയായ വോട്ട് കുറവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇത്രയും സീറ്റ് കിട്ടിയത് കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് നിങ്ങൾ ധരിച്ച് അഹങ്കരിക്കേണ്ട. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു തുടർ ഭരണം ഉണ്ടാകും. ഞാൻ വീണ്ടും ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയുന്നു, നിങ്ങളുടെ അഹങ്കാരത്തിന് തിരിച്ചടി വരാൻ പോകുന്നു. തുടർച്ചയായ ഭരണത്തിലേക്ക് ഇടതുപക്ഷം വരുമെന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു.